ഈ സുരേഷ് ഗോപിച്ചേട്ടനൊപ്പം പോണ സമയത്ത് നിസ്കരിക്കാനൊക്കെ സമയം കിട്ടും സാർ. എനിക്ക് ശാഖയിൽ പോയാൽ തന്നെ അവര് ഭയങ്കര സ്നേഹത്തോടെ നമ്മളെടുത്തത് അല്ലേ. അങ്ങനെ പോകണമെങ്കിൽ അത് BJP-കാർ എന്നെ നോക്കിയിട്ട് അയ്യോ മുസ്ലിം എന്ന് പറഞ്ഞ് മാറ്റിയത്. അവർ പറഞ്ഞ ആദ്യം പറയും ആഹാരം കഴിച്ചോന്നാണ് എന്നെ. ഒന്നാമത് അങ്ങനെയാണ് പറയണത്, നീ വേറൊരു മതത്തിലെ ദൈവത്തിനെ അധിക്ഷേപിച്ചാൽ അടിച്ചിട്ടുണ്ടോ, ഒരു മുസൽമാന്റെ മുഖത്ത് നോക്കിയൊക്കെ ഈ വെള്ളം അടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുക. ഈ മുസ്ലിമിന് തന്നെ തോന്നണമെന്നല്ലോ. 5 നേരം നിസ്കരിക്കുന്ന ഒരാളെ നോക്കി വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു മുസ്ലിമാണ് ഇതിന്റെ ഒരു കണ്ണിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ചോദിക്കണ എന്റെ കവാല കൂറ്റി നോക്കി ഒരൊറ്റ അടി. അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഒരു മുസ്ലിമായിട്ട് ഇവരൊക്കെ എവിടെ നിന്ന് പഠിച്ചു, ഏത് മദ്രസയിൽ പോയി പഠിച്ചാണെന്ന് അറിഞ്ഞൂടെ. ഖുർആൻ ഷരീഫിന്റെ ആയത്ത് ഞാൻ തർജ്ജമ പഠിച്ചിട്ടുള്ള ആളാണ്. ഒരാളെ അന്യായമായി ചീത്ത വിളിക്കുകയോ വേറൊരാളുടെ മതത്തിലെ ദൈവത്തിനെ കുറ്റം പറയാനോ ഒന്നും പാടില്ല എന്നാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ടാണ്. ഒരാളെ പരദൂഷണം പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഒരാളെ നോക്കി ഏതെങ്കിലും രീതിയിൽ തമാശ രൂപേണ ഒരു നടന്നു പോകുന്ന ആളിനെ നോക്കി കമൻസ് പോലും അയാളെ കുറിച്ച് ഒരു തെറ്റായ രീതിയിൽ പോലും ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അങ്ങനെയാണ് പറയണത്, നീ വേറൊരു മതത്തിലെ ദൈവത്തിനെ അധിക്ഷേപിച്ചാൽ അവൻ അതുപോലെ നിന്റെ മതത്തിന്റെ ദൈവത്തിനെയും അധിക്ഷേപിക്കും. ഖുർആൻ ശരീഫിൽ ആയത്താണ്. അതെല്ലാം ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. വേറൊരു മതത്തിനെ നമ്മൾ ആദരിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ഖുർആനിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരെയും സാഹോദര്യത്തോടെ കൂടെ ജീവിക്കാനാണ് പറയുന്നത്. ഈ ഭൂമിയിൽ കലാപം ഉണ്ടാക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. കലാപമുണ്ടാക്കുന്നവനെ അല്ലാഹു ദൈവം ഇഷ്ടപ്പെടില്ല. നെഗറ്റീവ് പറഞ്ഞവരടുത്ത് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് ഇത് ഒരു മുസ്ലിം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വെള്ളം അടിച്ചിട്ട് ഒരു മുസ്ലിം അവരുടെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നോമ്പിന്റെ കാര്യം പറയുമ്പോൾ അയാളെ ഇതായിട്ടെങ്കിലും ഒരു മുസ്ലിമാണ് പറയുന്നത്, അയാളെ മുഖത്ത് വെച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കമന്റ്സ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അയാൾക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും. ഒരുപാട് ഖുർആനൊക്കെ എടുത്ത് പഠിക്കണം. ഖുർആനിന്റെ തർജ്ജമയൊക്കെ എടുത്തിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ചില നാട്ടുകാരെന്താ പറയുന്നത് വീഡിയോ കൊണ്ട് കഴിഞ്ഞപ്പോ? എല്ലാവരും അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിൽ കൂടെ ഞാൻ മെസ്സേജ് തന്നെ കാണുന്നത്. നാട്ടുകാരൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നവരാണ്. മെസ്സേജുകൾ കണ്ടപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു മുസ്ലിങ്ങളാരും അങ്ങനെയൊന്നും ഒരു 5 നേരം നമസ്കരിക്കുന്ന ആള്, ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആള് ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെച്ച് തർജ്ജമ പഠിക്കണം. ഖുർആൻ ശരീഫിന്റെ തർജ്ജമ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഏത് ഭാഷക്കാരാണ്, ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദിയിലുമുണ്ട്, അതേപോലെ മലയാളത്തിലുമുണ്ട്. എല്ലാ ഭാഷയിലും ഖുർആൻ ശരീഫിന്റെ തർജ്ജമ അറിയുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ആരെയൊന്നും കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. അങ്ങനെ ഒരു മുസ്ലിങ്ങളാരും പറയാൻ പാടില്ല. അങ്ങനെ പറയില്ല, എല്ലാവരും ആരൊന്നും പറയില്ല. ഇങ്ങനെ ചില ആളുകൾ ഇവർക്കത് സുരേഷ് ഗോപിച്ചേട്ടനെ കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്. അതുകൊണ്ടായിരിക്കാവുന്നല്ലേ സാറിനെ കുറിച്ച് എന്നല്ല. ഇപ്പൊ നമ്മൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളല്ലേ ഞാൻ പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ കൂടെ കിടന്ന് നമ്മളെ അങ്ങനെയൊന്നും മാറ്റി ഒരു സാഹോദര്യം ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനി ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ഒരു ശുദ്ധ മനസ്സുള്ള ആളെന്ന് തന്നെ പറയാം. ആവശ്യമില്ലാത്തേക്ക് നമ്മള് പറയാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ. നല്ലത് കാണുന്നത് നല്ലതെന്ന് പറയാം അല്ലേ? അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അല്ല, അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തുനിന്നും ഞാൻ അനുഭവിക്കുന്നത്. ആർക്കും അങ്ങനെയൊന്നും ഒരിടത്തും ഒരു വെറുപ്പില്ല. ഞാൻ ഇപ്പം RSS ശാഖയിൽ പോയാൽ തന്നെ അവര് ഭയങ്കര സ്നേഹത്തോടെ നമ്മളെടുത്ത് വരും അല്ലേ. അങ്ങനെ പോകണമെങ്കിൽ അത് BJP-കാർ എന്നെ നോക്കിയിട്ട് അയ്യോ മുസ്ലിം എന്ന് പറഞ്ഞ് മാറ്റിയത്. അവർ പറഞ്ഞ ആദ്യം പറയും ആഹാരം കഴിച്ചോന്നാണ് എന്നെ ചോദിക്കുന്നത്. കഴിക്കൂ, ഇരിക്കൂ, കാക്ക ഇക്ക എന്ന് വിളിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ കൽബ് നല്ല ഇതായി അല്ലേ.
ഓരോരോ കമന്റ്സ് കേൾക്കുമ്പോൾ പറഞ്ഞു പോയതാണ്. അതിലായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വിഷമമായി, കാരണം ഞങ്ങൾ 2-3 പേര് അത് ഓൾറെഡി വീഡിയോ എടുത്തത്. അതാണ് നമുക്ക് ചേട്ടൻ നെഗറ്റീവ് വന്നപ്പോൾ ചേട്ടൻ കാണാമെന്ന് വിചാരിച്ചു. വ്യക്തമായിട്ട് ഇതിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യണവർ വലിയ പാവമാണ് ചെയ്യണത്. മറ്റുള്ളവരെ പറയുക, പരിഹാസം അടിക്കുക, ചീത്ത വിളിക്കുക, ഇതെല്ലാം ഇസ്ലാമിന് പള്ളിയിൽ പോകും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുക. എവിടെയാണ് അവിടെ നാളെ തുടങ്ങി തിരക്കല്ലേ? ഇനിയിപ്പോൾ ഈ സുരേഷ് ഗോപി ചേട്ടനൊപ്പം പോണ സമയത്ത് നിസ്കരിക്കാനൊക്കെ സമയം കിട്ടും. സാർ എനിക്ക് അവധി തന്നു. സാർ പറഞ്ഞു നോമ്പല്ലേ, പോയി നോമ്പൊക്കെ നോക്കി ഇവിടെയൊക്കെ പോകുമ്പോൾ വലിയ ക്ഷീണമാവും. അതുകൊണ്ട് വീട്ടിൽ പോയി നോമ്പ് മുഴുവനും എടുത്ത് അവനാണ് പറഞ്ഞത്. അപ്പോൾ നാളെ തുടങ്ങിയില്ല. നാളെ പോലെ ഞാൻ നോമ്പ് എനിക്ക് ഇത് തന്നിരിക്കാൻ, ലീവ് തന്നിരിക്കാൻ. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ജയിക്കും.